അതായത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ എന്നുള്ളത് ഹിന്ദുവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ 99% അണികളും, അത് വളരെ കൃത്യമായിട്ട് പറയാം, 99% അണികളും ഹിന്ദുക്കളാണ്. ബാക്കി വരുന്ന 1% ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അവരതിന്റെ നേതാക്കൾ മാത്രമാണ്, അണികളിൽ അവരില്ല. ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. എന്നാൽ ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടാൽ എന്നേക്കുമായി ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കമ്മ്യൂണിസം അപ്രത്യക്ഷമാവും. കനലൊരു തരിയും അവസാനിക്കും. അതെ, കനലൊരു തരിയും അവസാനിക്കും. അതവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് അവർ ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു നവോത്ഥാന സംവിധാനം ഉയർന്നു വന്നാൽ, ഹിന്ദുവിന്റെ ഐക്യം എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായാൽ, അപ്പോൾ അത് തല്ലിക്കെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഓടിയെത്തും.